ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈക്കിൾ ബേബിയാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മൈക്കിളിലൊക്കെ എഴുന്നേറ്റു. ഏകദേശം ഞങ്ങളൊരു 7 മണി 7:30 ആയി എഴുന്നേറ്റപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ബേബി ഒന്നാമത് രാത്രി ഉറക്കമില്ല. ഞങ്ങൾ ഇടിക്കള്ളം കയറി, ഞങ്ങൾക്ക് പേടിയില്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ രാത്രി ഉറങ്ങാത്തവർ. സോ മൈക്കിൾ ബേബിയൊക്കെ എഴുന്നേറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ മൈക്കിൾ ബേബി എഴുന്നേറ്റപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആളുടെ ഒരു ആയുധം അപ്പം തന്നെ എടുത്തു. തോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിളിന് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്ക് അദ്ദേഹം കളക്ഷൻസ് തന്നെ. ഒരു പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ മൈക്കിളിൻ്റെ തോക്കുകളുടെ കളക്ഷൻ. ഇവിടെ വണ്ടികളുടെയും ക്യാമറകളുടെയും കളക്ഷൻ പോലെയാണ് മൈക്കിളിൻ്റെ തോക്കുകൾ. അത്രയ്ക്കധികം തോക്കുകളാണ് മൈക്കിളിൻ്റെ കയ്യിലുള്ളത്. സോ നമ്മളിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. സാധാരണ നമ്മൾ അടിച്ചു വാരി തുടയ്ക്കണ സമയത്താണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യല്ലേ, ഇപ്പം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ മടക്കി വെച്ച് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇഷ്ടമുള്ള തോക്കുകളിൽ ഒരു 2-3 ഒരെണ്ണമുള്ളതാട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഇന്നലെ കളിച്ചിട്ട് അത് അവിടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ രാവിലെ കുക്കിങ്ങൊക്കെ മമ്മി ചെയ്തായിരുന്നു. നമുക്ക് അങ്ങനെ കുക്കിങ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സോ അപ്പോൾ മൈക്കിൾ എഴുന്നേറ്റ വശം കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കൊന്നുമില്ല, എന്നാലും നമ്മൾ വെറുതെ കപ്പ കൊടുക്കണമെന്നേ ഉള്ളൂ. വന്ന് അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പകുതി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പകുതി കൂടിയും അപ്പോൾ സോപ്പൊക്കെ ഇട്ട് ഉരച്ച് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ സോപ്പിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലി ക്ലോത്ത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണ പോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാറാണ് പതിവ്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയണമെന്ന് വെച്ചിട്ട് ഞാൻ മറന്നുപോയ കാര്യം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തന്ന സപ്പോർട്ട് വളരെയധികം താങ്ക് യു സോ മച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ അത്രയ്ക്ക് കയറി പോകുന്നോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിറ്റേ ദിവസം പബ്ലിഷ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ അൺലിസ്റ്റ് ചെയ്ത് ഞാനത് എബിക്ക് അയച്ചു കൊടുത്തു, എങ്ങനെ എൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി. അപ്പോഴാണ് എബി പറയുന്നത് എന്നാൽ അപ്ലോഡ് ചെയ്തോ ഓൾറെഡി അങ്ങനെ, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാന്നൊക്കെ പറഞ്ഞു. സോ എനിക്കതിൻ്റെ ബമ്പർ ലോട്ടറി അടിച്ചതിൻ്റെ ഒരു തുല്യമായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനും ഇതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതെല്ലാവരും ഷെയർ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മുടെ വീഡിയോസിലേക്ക് തന്നെ വരാം. ഇപ്പോൾ മൈക്കിൾ ബേബി വന്ന് പരാതിയൊക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരാതി ഞാൻ എന്ത് ചെയ്തു, ഒരു ചായപാത്രം കൊടുത്ത് അതിൽ ഓൾറെഡി ചായയെല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാനതിൽ ആ ചായപാത്രം കൊടുത്ത ആളെ കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇന്ന് പാത്രങ്ങളൊക്കെ ഇന്ന് കഴുകാനൊക്കെ ഉണ്ട്. ഇന്നലെ നൈറ്റ് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ തന്നെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നേ. ചില ദിവസം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വയ്യായ്മ ക്ഷീണം പോലെയൊക്കെ ആയിരിക്കും. അന്നപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ വിചാരിക്കും. അത്യാവശ്യം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേ നമ്മൾ കഴുകുള്ളായിരുന്നു. അപ്പോൾ ഇന്നപ്പോൾ അന്ന് അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചായപാത്രം തുറന്നിട്ട് കിട്ടാത്തതുകൊണ്ട് വീണ്ടും അത് തുറന്നതാന്ന് പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ മൈക്കിൾ ബേബി. ഇപ്പോൾ അതേ ആൾ അതും കൊണ്ട് പോകുന്നുണ്ട്. ഈ മമ്മിയുടെ കൊടുത്തെങ്കിൽ മമ്മീനോട് തുറപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആൾ പോകുന്നത്. അപ്പം ആൾ തിരിച്ച് വരുന്നതിന് മുന്നേ നമ്മുടെ പണികളൊക്കെ തീർക്കണം, എന്നാലും എന്തെങ്കിലും നടക്കുള്ളൂ. എന്നുവെച്ചാൽ മമ്മി പണിയെടുക്കുമ്പോൾ ഞാൻ നോക്കും, ഞാൻ പണിയെടുക്കുമ്പോൾ മമ്മി നോക്കും. അങ്ങനെ മാറിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരാളെ എപ്പോഴും നോക്കാൻ വേണം, അല്ലെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി ഓടും. ആ ഗേറ്റ് അത് തന്നെ ഞങ്ങൾ എപ്പോഴും അടച്ചിടുള്ളൂ. എങ്ങാനും നമ്മുടെ കണ്ണ് തെറ്റി വഴിക്ക് എങ്ങനെ ഇറങ്ങിയാലോ എന്ന് വെച്ച് പേടിച്ചിട്ട് എപ്പോഴും ഗേറ്റ് അടച്ചിടും. ഇപ്പോൾ ഓട്ടാണ്, പുറത്തേക്കൊക്കെ ഫുൾ ടൈം ഓട്ടാണ്. അതായത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ തീരെ കുറവാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു, വിശപ്പിനും എല്ലാം മരുന്നൊക്കെ കൊടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കാര്യമില്ല, ഇപ്പം അത്യാവശ്യത്തിന് അവനുള്ള ആരോഗ്യം വെയിറ്റൊക്കെ ഉണ്ട്, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പിന്നെ സമൃദ്ധമായിട്ടുള്ള പച്ചക്കറിയും അതുപോലെ ഇത് അങ്ങനത്തെ ഇതൊക്കെ കൊടുത്ത് നമ്മൾ ഭക്ഷണം നല്ലപോലെ കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്.
മാക്സിമം നമ്മളിതൊക്കെ ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും ആൾ കഴിക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. യാത്രയിലായിരുന്നപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും അങ്ങനെ ഇതൊക്കെ കഴിക്കാറുണ്ടായിരുന്നേ. അതോടുകൂടി കുറച്ച് വെറുത്തുന്നു തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുട്ടയും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അതൊക്കെ കൂടി ഒരു മടുപ്പാണ്. അതുപോലെ തന്നെ ഇപ്പം അവർ ഇയാളെ കൂട്ടി പോവാത്തതുകൊണ്ട് അതിൻ്റെ വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വരുന്നുള്ളൂ അവരോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാക്കിങ്ങിന് ഇതിനൊക്കെ കൂടിയായിരുന്നു. ലാസ്റ്റ് കൊച്ചിനെ കൊണ്ടുപോയില്ല. പോയപ്പോൾ എന്ത് കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചേ. രാത്രി ആയപ്പോഴും കാണാനില്ല. അത് കാരണം പിണങ്ങിയിരിക്കുകയാണ് കൊച്ചു മൊത്തത്തിൽ. എല്ലാവരോടും പിണക്കായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താന്ന് എബി വിളിച്ച് സോപ്പൊക്കെ ഇട്ട് പിണക്കൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുള്ളൂ. സോപ്പ് ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിത് പാത്രങ്ങളൊക്കെ 2-3 കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അടുക്കളയത്ത് ആ ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാ പണിയും കഴിയും. ഇപ്പുറത്തെ സൈഡിലധികം അങ്ങനെ ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കഴുകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും സാറ് അവിടെ നിന്ന് ഉടക്കി വന്ന് ഇപ്പോൾ സാറിന് ഞാൻ എടുക്കും വേണം, പാത്രം കഴുകും വേണം, ആൾക്കത് കാണും വേണം. ചില ദിവസം ഉണ്ടല്ലോ ഭയങ്കര വാശിയായിരിക്കുമേ. ചില ദിവസം പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പൊക്കോളും. ഈ കാണിച്ച കുക്കർ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. അത് 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം 5-ൻ്റെയും 3-ൻ്റെയും പിന്നെ 2-ൻ്റെയും. അങ്ങനെ ചെറിയ കുക്കർ നമുക്ക് എപ്പോഴും നമ്മൾ ഇപ്പോൾ 2-3 പേരൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഡാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പെർച്ചൊക്കെ ആയാലും കുറച്ചൊക്കെ വേവിക്കണേ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും എനിക്ക് തോന്നിയിട്ട്. ഞാനിപ്പോൾ മൈക്കിളിൽ മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലും ആ ചെറിയ കുക്കറുകളാണ് യൂസ് ചെയ്യുന്നത്. അതിനധികം പ്രൈസും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നമുക്ക് നോൺ സ്റ്റിക്കൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞെങ്കിൽ മൊത്തം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കേണ്ട ഒരു ഇതുള്ളൂ. ക്ലീനിങ് മൊത്തം ഞാനാണ് ചെയ്യുന്നത്, കുക്കിങ്ങൊക്കെ മമ്മിയാണ് ചെയ്യുന്നത്. നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുക്കിങ്ങിൽ ഞാൻ എക്സ്പേർട്ടല്ല, ക്ലീനിങ്ങിൽ മമ്മി എക്സ്പേർട്ടല്ല. അത് കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ. കുക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടത്തെയും അവിടത്തെയും രീതി തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഇതായിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയല്ല ഞാൻ നിൽക്കുന്നെങ്കിൽ. ഇപ്പോൾ ചെറുതായിട്ട് പഠിക്കണം. അവരില്ലാത്തപ്പോഴാണ് പഠിക്കാൻ സുഖം. അവരുള്ളപ്പോഴാണെങ്കിൽ എബി പറയും, അയ്യോ നീയാണോ, നീ വെക്കണ്ട, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ അവരുള്ളപ്പോൾ മമ്മി തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ഹോളും ഇതെല്ലാം ഇങ്ങനെ ഓപ്പണായി കിടക്കണോണ്ട് മൈക്കിൾ എങ്ങടെ ഓടിയാലും ഇതിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് മൈക്കിൾ അവിടെ എന്തിട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. തക്കം കിട്ടിയതിന് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് ഓടും, അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തൊക്കെ കയറി എന്തെങ്കിലും ഒപ്പിച്ച് വെച്ച് ചാടും. അപ്പോൾ അത് നോക്കാനാണ് ഞാൻ പെട്ടെന്ന് ഈ ഓടുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ബാക്കിലത്തെ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വഴി ആൾ പുറത്തേക്ക് കിടക്കാനാണ് നോക്കുന്നത്. പുറത്തൊന്നും നമുക്ക് നല്ല വെയിലായിരിക്കും. ഈ വെയിൽ കൂടി കണ്ട് എന്തെങ്കിലും പനി പിടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ പുറത്തിറക്കാത്തത്. അപ്പോൾ ഈ വഴി വന്നത് എന്തായാലും നമുക്ക് ലാഭം എന്നായി. വെച്ചാൽ അങ്കനവാടിയിൽ പോകണമായിരുന്നു, ഹൈറ്റും വെയിറ്റും ഒക്കെ കൊടുക്കാനും അമൃതം പൊടി മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴാണ് നമ്മൾ മുകളിലത്തെ നമ്മുടെ നെയ്ബറിനെ കണ്ടത്. നെയ്ബർ പറഞ്ഞപ്പോൾ അങ്കനവാടി പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചത്, അത് ശരിയാണല്ലോ, ഇന്നലെയാണല്ലോ ടീച്ചർ വിളിച്ച് പറഞ്ഞേ പോകണം എന്നൊക്കെ. അപ്പോൾ അതിലൂടെയും പോകണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫുള്ളി ഡേ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കായിരുന്നേ. പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ആ ഫ്ലോ പോയി വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ചെരുപ്പിട്ടിട്ട് ഇറങ്ങാത്തതുകൊണ്ട് പിറ്റിൽ ഇങ്ങനെ ബേബി മിറ്റിൽ വിരിച്ചിട്ടതുകൊണ്ട് ആൾക്കാർ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അകത്ത് കയറ്റിപ്പോൾ ഈ സെറ്റിയുടെ പുറത്തുകൂടെ അങ്ങോട്ടും കൂടെ ഓടി നടക്കലാണ് ഇപ്പോൾ പണി. ഒന്നാമത് കളിക്കാൻ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെയും ഞാൻ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ പണികളിലായതുകൊണ്ട് തന്നെ ആളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കല പണി. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഗ്യാപ്പിൽ ബാക്കിയുള്ളത് കൂടി ഒന്ന് വന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ കൊണ്ടുപോകണ ആ മിക്സി നമ്മളന്ന് ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. നമ്മുടെ മിക്സി ഓൾറെഡി അത് ചീത്തയായിരിക്കുമായിരുന്നു. അപ്പോൾ മിക്സി കിട്ടിയപ്പോൾ നമുക്ക് ലക്ക് എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പിന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നിലത്തേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അടിച്ചു വാരണം. അത് കാരണമാണ് ഇപ്പോൾ എല്ലാം നിലത്തേക്ക് എടുത്തിരുന്നത്. നെക്സ്റ്റ് നമ്മളൊരു Q&A ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൽ കമൻറ്റ് ഇടണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമുക്കൊരു Q&A എന്തായാലും ചെയ്യാം. ഞാനപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒരു ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെ ഇടാം. ഞാൻ കയറുവശിട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനൊരു Q&A റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. സോ നമുക്ക് നെക്സ്റ്റ് എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷൻ ചെയ്താലോ എന്നെനിക്കുണ്ട്.
അപ്പോൾ ആളിത് അവിടുത്തെ ഡോറ് വീണ്ടും തുറന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവാണ് കേട്ടോ. എല്ലാ ഡോറും തുറന്നുണ്ടോ എന്ന് നോക്കും. നോക്കിയിട്ട് അതൊന്നും തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കളിക്കാനായിട്ട് സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സെറ്റൊക്കെ മാറ്റി നമ്മൾ ബെഡ് ഓൾറെഡി നമ്മൾ വാടകയ്ക്ക് കിടന്നപ്പോൾ ഉള്ള ബെഡാണ്. ഇതിപ്പോൾ യൂസേജ് ഒന്നും ഉണ്ടാവാണ്ട് അവിടെ മുകളിൽ കിടന്നപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നുണ്ട്. പിന്നെ ഈ കാറ് കിട്ടിയ കാരണം കുറച്ച് പുറത്തേക്ക് ഇറക്കത്തിന് കുറവുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ തുറന്ന് കയറിയില്ല. അതിന് പകരം എന്ത് ചെയ്യും, മുകളിൽ കൂടെ കയറിപ്പോവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡോർ തുറന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു തുണി കയറ്റി വയ്ക്കും, അയാൾ ഡോർ അടച്ചാലും അടയാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ അതിലേക്ക് കയറുമല്ലോ എന്ന് വിചാരിക്കും. എന്നാലും നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ചാടി മറ്റൊടത്തേക്ക് കയറുള്ളൂ. അങ്ങനെ കുട്ടി കുട്ടി കുറുമ്പുകളൊക്കെ മൈക്കിളിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം മൈക്കിളിന് വേണ്ടി വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കാൻ നേരത്തെ നമ്മൾ കാർട്ടൂണൊക്കെ കാണിക്കും. അത് കാണിക്കരുതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ഒരു 5 മിനിറ്റെങ്കിലൊക്കെ വെറുതെ ഇരിക്കണ്ടേ. അമ്മമാർക്കറിയാം നമുക്ക് ആകെ ഇതൊക്കെ ഇതെങ്ങനെയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആകെ റെസ്റ്റ് കിട്ടുന്നൊരു സമയം. സോ ഇപ്പോൾ ഈ ടി വിയും മൊബൈൽ ഫോൺ അധികം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഈ ടി വി ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഡേ മൈ ലൈഫ് അല്ല, മോർണിംഗ് ഒരു കുറച്ച് നേരം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും ബൈ.